അപ്പം നമ്മളിത് എടപ്പള്ളിപ്പള്ളിയിലെ പെരുന്നാൾ കൂടാനായിട്ട് പോവുകയാണ്. നമുക്ക് മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെടിക്കെട്ട് കാണണം, അതാണ് കേട്ടോ. അപ്പോൾ വലിയ വെടിക്കെട്ട് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞാൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇന്നലെ ആയിരുന്നു, കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ചെറിയ രീതിയിലുള്ള ഒരു വെടിക്കെട്ടുണ്ട് 10:30 ആകുമ്പോഴത്തേക്ക്. എന്തായാലും നമ്മൾ വന്നതല്ലേ, അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവിടെ പ്രാർത്ഥനയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വെടിക്കെട്ട് നടത്തുള്ളൂ കേട്ടോ. പിന്നെ ഈ എടപ്പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയും കൂടാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്ന് ഇഷ്ടം പോലെ വിശ്വാസികൾ നമ്മുടെ ഈ പള്ളി പെരുന്നാൾ കൂടാനായിട്ട് വരും കേട്ടോ. അതുപോലെ അല്ലാതെ തന്നെ പ്രാർത്ഥിക്കാനും അങ്ങനെ ഒക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പള്ളിയാണ് കേട്ടോ. ഇതിവിടെ ചെറിയ പള്ളിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അവിടെയാണ് ഇപ്പോൾ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വലിയ പുതിയ പള്ളി പണിതെടുത്തത് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ മെയിനായിട്ടുള്ളൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോഴിയുണ്ട്. നമുക്ക് ചിലവർ വീട്ടിലൊക്കെ കോഴീനെ വളർത്തും, ഈ എടപ്പള്ളി പള്ളിയിൽ നേർച്ചയൊക്കെ ആയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ലേലം വിളിയൊക്കെ ഉണ്ട്. അത് നമുക്ക് ലേലം വിളിച്ച് കോഴീനെ മേടിക്കുക, അവിടെ തന്നെ വെച്ച് കറി വെച്ച് കഴിക്കുക. അതുപോലെ തന്നെ വിശ്വാസികൾ ഈ പള്ളിപ്പെരുന്നാൾ കൂടാൻ വരുമ്പോൾ തന്നെ കോഴീനെയൊക്കെ ആയിട്ടായിരിക്കും വരിക. അവരവിടെ അതിനൊക്കെ ശരിയാക്കി വെച്ച് കഴിച്ച് എന്നിട്ടൊക്കെ ആയിട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ എന്താ പറയുക ഈ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, കോഴീനെ കൊല്ലണതും. പിന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതൊരു നേർച്ചയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലും ഇങ്ങനെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെ കോഴീനെയൊക്കെ ഇട്ട് വരും. ഈ എടപ്പള്ളി പെരുന്നാളാകുമ്പോഴത്തേക്ക് അവർ വരും. കോഴീനെയൊക്കെ അവർ വന്ന് ശരിയാക്കി അവർ കറിയൊക്കെ വെച്ച് നമുക്കും തരും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ആ ടേസ്റ്റ് പിന്നെ എനിക്ക് വേറൊരു ചിക്കൻ കറി കഴിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ പെരുന്നാളിന് അറിയാലോ ഇഷ്ടം പോലെ കടകളാണ്. വലിയ എന്ത് വേണം, ചീപ്പ്, കണ്ണാടി, കത്തി, പാത്രങ്ങൾ, ചട്ടിയും കലം, എന്ത് വേണമെങ്കിലും അവിടെ കിട്ടും കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുമായിരുന്നു. ഇപ്പോഴത്തെ ചൂടിൻ്റെ സംബന്ധിച്ച് നമുക്ക് അവിടെ നിൽക്കാനും അത്രയ്ക്ക് പറ്റുന്നുണ്ടായില്ല. ആൾക്കാർ തിങ്ങിക്കഴിയുമ്പോഴത്തേക്കും ചൂടും കൂടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളൊന്നും വാങ്ങിയില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ലച്ചു പറഞ്ഞ അവിടെ സ്കീ ഐസ്ക്രീമിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്നാൽ ഒരു ഐസ്ക്രീം വാങ്ങാമെന്ന് വിചാരിച്ചു. ലച്ചിന് വേണ്ടത് കോട്ടൺ ക്യാൻഡി. ഇഷ്ടം പോലെ ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഈ ഐസ്ക്രീമിന്, കുറേ ഫ്ലേവർ ഉണ്ടായിരുന്നു ഐസ്ക്രീം. അപ്പോൾ ലച്ചിന് കോട്ടൺ ക്യാൻഡി മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതേ കോട്ടൺ ക്യാൻഡിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ സമയം നോക്കുമ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അപ്പുറത്ത് നമ്മൾ ചെയ്തിട്ട് പറഞ്ഞാൽ നമുക്കൊന്ന് ചുറ്റിയടിച്ച് വരാമെന്നും പറഞ്ഞിട്ട് നമ്മളിതേ പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട് കേട്ടോ. എന്ത് ജ്യൂസും ഷേക്കും വാങ്ങിയാൽ 49 റുപ്പീസേ ഉള്ളൂ കേട്ടോ. എന്ത് വേണമെങ്കിലും കഴിക്കാം. അതുപോലെ ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാം 49 ഉള്ളൂ. ഞാനൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊജിറ്റോ ആണ് കേട്ടോ പറഞ്ഞത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല, അടിപൊളിയായിരുന്നു. പിന്നെ സേതുട്ടൻ പറഞ്ഞത് എന്തോ ഷേക്കാണ് കേട്ടോ. എന്ത് ഷേക്കാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല. അപ്പോൾ അതേ അതും ഞാൻ കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് അതും നല്ല സൂപ്പർ ടേസ്റ്റാണ്. കൂടാതെ ഈ കടയിലും ഭയങ്കര തിരക്കാണ് കേട്ടോ. പള്ളിപ്പെരുന്നാളിന് കൂടാൻ വന്നവരെല്ലാം ഈ കടയിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് വേണമെങ്കിൽ പുറത്തു നിന്ന് കുടിക്കുക. അകത്തേക്ക് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും വേഗം ഒരു സീറ്റ് കിട്ടി എനിക്ക്. ലച്ചുവിന് അത്രയും തിരക്കുമായിരുന്നു. പക്ഷേ നമ്മൾ തിരക്കായാലും പെട്ടെന്ന് നമുക്ക് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ കുടിച്ച് അവിടെ ചെന്ന് പിന്നെ ഈ പള്ളിയിൽ നിന്നിട്ട് നമ്മൾ ഈ പാമ്പിനെയൊക്കെ സ്വപ്നം കാണുക, അല്ലെങ്കിൽ പാമ്പ് വീട്ടിൽ വന്നാൽ അപ്പോൾ എല്ലാവരും പറയും എടപ്പള്ളി ചെന്നിട്ട് നേർച്ചിട്ട് കഴിഞ്ഞാൽ ഇത് സ്വപ്നം കാണില്ല, നമ്മുടെ വീട്ടിൽ പാമ്പ് വരില്ല. അങ്ങനെയൊക്കെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കുറേ അമ്മയൊക്കെ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കണേണ് കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു, അപ്പോൾ ഇത്തിരി ചൂടൊക്കെ കുറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കെന്താ വലിയ പള്ളിയുടെ അകത്തേക്കൊന്ന് പോയാൽ, നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് അവിടെയും കൂടെ ഒന്ന് കയറിയാലോ എന്ന് ചെയ്തോളൂ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, അപ്പോഴത്തേക്കും അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മുടെ വെടിക്കെട്ടൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ലച്ചു ഇങ്ങനെ അതൊക്കെ കണ്ട് ലച്ചുവിന് ഐസ്ക്രീമും മൊജിറ്റോ ഒക്കെ കിട്ടിയപ്പോൾ പിന്നെ ലച്ചു അങ്ങനെ ശല്യപ്പെടുത്താനുണ്ടായിരുന്നില്ല. അതുവരെ പോവാ ചൂടെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടുത്തെ വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി കേട്ടോ. അത്രയൊരു അത്ഭുതം പോലെ തോന്നിയത് വെടിക്കെട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പോണം എന്ന് പറഞ്ഞിരുന്നതല്ലാതെ അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്നാൽ തന്നെ ഈ വെടിക്കെട്ടൊക്കെ കേൾക്കായിരുന്നു. അപ്പോൾ ആ അമ്മയൊക്കെ പറഞ്ഞ് ഇന്നല്ല നാളെയാണ് വലിയ വെടിക്കെട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞങ്ങളിന്ന് വരാനായിട്ട് കാര്യം ഉണ്ടായത്. എന്തായാലും വന്നതല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുക. ചെയ്തേട്ടൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ എൻ്റെ കയ്യിൽ വാങ്ങി ഞങ്ങളെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചും കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇതാണ് കേട്ടോ
പുതിയ പള്ളി എന്ന് പറയണത്, പുതിയ പള്ളിയാണിത്. അപ്പോൾ എനിക്ക് അവിടെ ഞാൻ ചെന്നിട്ട് കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്കാർ ഇങ്ങനെ മിനറൽ വാട്ടറും പൊരിയൊക്കെ വാങ്ങിയിട്ട് ആ പള്ളിയുടെ അവിടെയൊക്കെ നിറച്ച് എന്താ പറയുക വൃത്തികേടാക്കിയിട്ടിട്ടുണ്ടായിട്ട്, അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു സങ്കടം തോന്നി കേട്ടോ. ഞാനവിടെ കയറിയിട്ട് അപ്പം തന്നെ ഇറങ്ങിയപ്പോൾ ഇത് ഫുള്ള് പൊരി എന്ന് പറഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ പൊരി ഇങ്ങനെ കിടക്കുക, വെള്ളം കുടിച്ച കുപ്പികൾ കിടക്കുക. അതൊക്കെ ഒരു മോശമാണ് അല്ലേ. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെയൊക്കെ വൃത്തികേടാക്കാതിരിക്കാൻ നമ്മുടെ ഒരു ചുമതലയല്ലേ. അപ്പം ഈ ലൈറ്റ്സൊക്കെ കണ്ട പള്ളിയുടെ അടിപൊളിയല്ലേ, നല്ല രസമുണ്ടായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. ഞാൻ ലച്ചും കുറേ നേരം നിന്ന്, ലച്ചു അവിടെ മൊത്തം അങ്ങോട്ട് ഓടിക്കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അതിന് ചെയ്തിട്ടും പറയണ്ടായി, വാ നമുക്കിനി താഴെ ഇറങ്ങി പോവാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കഞ്ഞിയൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട്. ഇത് എവിടെ നിന്നായി കഞ്ഞി കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും പോയി വാങ്ങിയിട്ടോ. ഒരു ലേശം കഞ്ഞിയാണ് വാങ്ങിയുള്ളൂ, കുറച്ച് അച്ചാറും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലച്ചുവിന് ചെയ്തുകൊണ്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അവരൊന്നും വന്നില്ല. എന്നോട് ഞാൻ പറഞ്ഞ കൂട്ടുവാത് എവിടെ, എനിക്കറിയില്ല ഇത് കഞ്ഞി എവിടെ കൊടുക്കണമെന്ന് പോലും അറിയില്ല. അവരോടൊന്ന് കൂട്ടുവരാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ തന്നെ ഇത് വാങ്ങി നമ്മൾ തന്നെ ഈ പാത്രമൊക്കെ കഴുകി അവിടെ കൊണ്ട് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ കാത്തിരുന്ന അതേ വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലച്ചുവിന് അങ്ങോട്ട് പേടിയില്ല. ലച്ചുവിന് ഈ സൗണ്ട് ബഹളം ഒക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. ശരിക്കും പറഞ്ഞാൽ അവളെ നിർബന്ധിച്ചാണ് കേട്ടോ വിളിച്ചുകൊണ്ട് വന്നത്. ഇത് കേട്ടിട്ട് അവളിങ്ങനെ ചെവിയൊക്കെ പൊത്തിയപ്പോൾ ചെയ്തിട്ട് അവളുടെ ചെവി ഇങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു, ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ വലിയ ഭയങ്കര ഒച്ച, ഇങ്ങനെ മാല പോലെ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ പടക്കം. അപ്പോൾ അതേ അത് മൊത്തം പൊട്ടിത്തീരണമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ കാണാനിരുന്ന കാഴ്ച. എന്തായാലും സൂപ്പറായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നലെ ഇരുന്ന് ഏറ്റവും നല്ല ഭംഗി, ഇങ്ങനെ പൊട്ടി വിരിഞ്ഞൊക്കെ വരൂലേ, അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പാലപ്പടക്കം പോലെ ഇങ്ങനെ അവരിങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് 10:30 എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് 10:30 തന്നെ പടക്കം പൊട്ടി തീർന്നു കേട്ടോ.